യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലെ ശൈലിയായിരുന്നു പ്രാർത്ഥനയുടെ ഒരു ജീവിതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, അതിരാവിലെ ഈശോ വിജന പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പതിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, രാത്രിയിൽ ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഈശോയ്ക്കുണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണും, ഈശോ ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അവനവിടെ തനിയായിരുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പിതാവുമായി ദൈവമായിട്ട് സംസാരിക്കുന്ന ഒരു പതിവ്, പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഒരു പതിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക തലങ്ങളിലേക്ക് നമുക്ക് വരാം. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടോ? അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചാണോ നമ്മൾ എഴുന്നേൽക്കുന്നത്? അതിരാവിലെ എഴുന്നേറ്റൊരു ജപമാലയോടെ നമ്മുടെ ദിവസത്തിൻ്റെ ആരംഭം കുറിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അച്ഛനൊരു ദിവസം സംരക്ഷണത്തിൻ്റെ 5 വചനങ്ങൾ പറഞ്ഞു. മിനിമം ഒരു 5 സംരക്ഷണത്തിൻ്റെ വചനങ്ങളെങ്കിലും നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും ആത്മപരിശോധന ചെയ്യാം. അതിരാവിലെ അന്നത്തെ ദിവസത്തെ സമർപ്പിക്കണം. കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന പതിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാത്രി കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നൊരു പതിവ് നമ്മുടെ ഭവനത്തിലുണ്ടോ? രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടോ? രാത്രി കിടക്കുന്നതിന് മുമ്പ് കുരിശടയാളം വരച്ച് കിടക്കുന്ന, പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആത്മപരിശോധന ചെയ്യാം. ഈശോ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി, വീട്ടിലായിക്കൊള്ളട്ടെ, ഒരു ദേവാലയത്തിലെ നമ്മുടെ സ്ഥാപനങ്ങളിലായിട്ട് അല്പസമയം ഈശോയായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ ജീവിതം വളരെ മനോഹരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അടിസ്ഥാന കാരണം ഈശോയുടെ ജീവിതത്തിൽ നല്ല പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ രാവിലെയും രാത്രിയും പിന്നെ ഒറ്റയ്ക്കൊക്കെ വ്യക്തിപരമായൊരു പ്രാർത്ഥനയൊക്കെ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിൻ്റെ ജീവിതവും വളരെ മനോഹരമായിട്ട് തീരും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ, ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് മാതൃയായ ഈശോയെ നന്നായി പ്രാർത്ഥിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള പ്രത്യേകമായ കൃപ ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.